ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ரொம்ப കുറുമ്പുകാര പൊണ്ണ്, കുറുമ്പുകാരി പാറു. ആ സെറ്റിലെ ഏറ്റവും നല്ല അടുത്ത ഫ്രണ്ട് ആരാ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റില്? நிறைய பேர் இருக்காங்க. എന്നാലും ஹாஸ்டல் போகும்போ என்னோட ஃப்ரெண்ட்ஸ் உண்டல்ல, அவங்க ஃப்ரெண்ட் ஆயிட்டு இருக்கோம். அதுக்கப்புறம் ஒர்க் பிளேஸ் வரும்போது ஜெயந்தி ചേച്ചി സൗസോ. എന്നാലും ഇവന്റെ പേര് പറയരുത് കേട്ടോ. പ്രിയൻ ചേട്ടാ, അയ്യോ പാവം, പ്രിയൻ ചേട്ടാണ്. പ്രിയൻ ചേട്ടാ കൂടെ എന്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ടാണ്. എടേ അങ്ങനെയാണെങ്കിൽ പ്രിയന്റെ അടുത്തും എനിക്കൊരു ചോദ്യമുണ്ട്. ഓ കാര്യവേ, പ്രിയനിപ്പം പാറുവിനെ ഇഷ്ടമാണല്ലോ. ആ പക്ഷെ ഈ കൈലാഷും പാറുവും കൂടെ ഈ ഒരുമിച്ച് കിടക്കുന്നതും ഇടപഴകുന്നതും ഇതൊക്കെ പ്രിയൻ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു? പ്രിയ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇനി തൊട്ട് മുമ്പോട്ടും അങ്ങനെ തന്നെ. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ കൈലാസും പാറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് പ്രിയനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പ്രിയൻ എന്ന് പറയുന്ന യൂണിക്ക് പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്ത് നടക്കുന്നത്. ഇപ്പൊ കൈലാസ് ഗാർമെന്റ്സിലെ മുതലാളിയാണ്, ബോസാണ്. അപ്പൊ ഞങ്ങള് ചങ്കും കരലാണ് കൈലാസിനാണ്. KSFE ഹാർമണി ചെട്ടികളിൽ പോയി ചേരുന്ന 100 പേരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമാനമായ ഒരു സിംഗപ്പൂർ വിദേശയാത്ര ലഭിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന അവിസ്മരണീയമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. പ്രേക്ഷകരെ, കാണികളെ, 1,30,000 രൂപ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ പോവാണ്. നമ്മളൊരു 5,000 രൂപ കൊടുത്തു. അപ്പൊ ബാക്കി 1,25,000 രൂപ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തി. ആ സമ്മാനങ്ങളുമായി ഇവിടെ നിന്ന് പോകുന്നത് ആര് എന്നറിയുന്ന ഗ്രാൻഡ് ഫിനാലെ. എന്റെ ഒരു സംശയം, ആരെങ്കിലും ഈ സൈഡിൽ വന്ന് നിൽക്കുമോ എന്നാണ്. എനിക്ക് 2 രീസ് എടുത്തിട്ട് അതാണ് എന്റെ ഒരു സംശയം. നമുക്ക് നോക്കാം. ചിലപ്പോ അറിയാൻ പറ്റില്ല, ചിലപ്പോ ഇത്രയും നിന്നെ ദൈവം താഴ്ത്തിയത് ഈ ഒരു ഫൈനലിലും നിന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും. അങ്ങനല്ല, ജയിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ 2 ഫൈനൽ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴേം പറയണം, ഇത്രയും ധൈര്യമുള്ള ഒരാള് വേറെ ഞാൻ കണ്ടിട്ടില്ല. 1,25,000 രൂപ കിട്ടാൻ സാധ്യത അവിടെ നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ചേച്ചി എന്റെ അടുത്ത് വന്നു. ചേച്ചിയുടെ പാതാര വിന്ദങ്ങളിൽ ഞാൻ വീഴുന്നു. ചേച്ചി എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? നീ നേരത്തെ പഴം തിന്നുന്നത് ചേച്ചി കണ്ടായിരുന്നു. നിങ്ങളുടെ പഴം ഫ്രണ്ട്ഷിപ്പ്. അപ്പോ 2 ലെവലിലാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. നമുക്ക് ആദ്യത്തെ ലെവലില് ബെസ്റ്റ് ഓഫ് 2 ആണല്ലേ? ഓക്കെ വിജയ്, കുറച്ച് തേങ്ങയ്ക്കും 2 ബക്കറ്റിനും 1,25,000 രൂപയുടെ വിലയാണ് നമ്മൾ സൂര്യ ടി വി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ തേങ്ങ എടുക്കുക, നിങ്ങളുടെ കാൽമുട്ടിന്റെ ഇടയിൽ വെക്കുക. ഇങ്ങനെ നടന്ന് പോയി അവിടെ ആ ബക്കറ്റിൽ കൊണ്ട് ഈ തേങ്ങ ഇടുക. നടക്കുകയാണോ ചാടുകയാണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെന്നാലും കൈവച്ചെടുത്ത് ഇടാൻ പാടില്ല. മുട്ടിന്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് തേങ്ങയിൽ ബക്കറ്റിലോട്ട് ഇടണം. അതാണ് ഗെയിം. അപ്പം ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ആ ബക്കറ്റിന്റെ അകത്ത് നിക്ഷേപിക്കുന്നത് അവരെ കാത്തിരിക്കുന്നത് 1,25,000 രൂപയുടെ ഓണം ബമ്പറാണ്. ഓണം ബമ്പർ അടികളെ. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങിയാലോ? നിത ചേച്ചി റെഡിയല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടുത്തോളൂ പോയിക്കോളൂ. എടാ ചേച്ചി റോക്കറ്റ് പോലെ പോണടാ. ഓക്കെ 2. ഓ സൂപ്പർ, 2 പേര് നല്ല സൂപ്പർ ആയിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. 3. ഓക്കെ, ഒരു തേങ്ങ കൂടെ ഉള്ളൂ. ഓടിപ്പോട്. എടുക്ക്. അപ്പോ അങ്ങനെ ഗ്രാൻഡ് ഫിനാലിലെ ഫസ്റ്റ് ലെവൽ ജയിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സ്വന്തം നിത. ഓക്കെ, അപ്പൊ പ്രേക്ഷകരോടുള്ള ചോദ്യമാണ്, സ്വയംവര പന്തൽ സീരിയലിലെ അളകാപുരി വീട്ടിൽ മിത്രയുടെ സഹായി ആരാണ്? കനക കറക്റ്റ് ആൻസർ ആണ്. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. അപ്പോ അടുത്ത ചോദ്യം പെയ്തൊഴിയാതെ നമ്മുടെ KK രാജീവ് പരമ്പര ആണ്. ഈ സീരിയലിൽ ചാരുലതയെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ശാന്തപ്പന്റെ ആഗ്രഹം? ബാബുക്കുട്ടൻ. അമ്മയ്ക്ക് നല്ലൊരു സമ്മാനം സൂര്യ ടി വി നൽകുന്ന അടിപൊളി സമ്മാനം. ഇതാ നറുക്കെടുപ്പിലൂടെ മറ്റു സമ്മാനങ്ങൾ വീണ്ടും നൽകുകയാണ്. രജിത മനോജ്. അപ്പോ രജിത ചേച്ചിക്ക് നമ്മുടെ പ്രിയൻ കൊടുക്കുകയാണ് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ, ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലൻ
ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. രജിത ചേച്ചി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. സൂര്യ ടിവി അടിച്ചു കയറിയ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലെ ഫിനാലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Yes. അപ്പോൾ ഈ ഫിനാലെ റൗണ്ടിൽ രണ്ടാമത്തെ ലെവൽ മത്സരത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ മത്സരാർത്ഥികൾ എവിടെ? കമോൺ കമോൺ കമോൺ, ഫൈനലിസ്റ്റുകൾ വരൂ. ബിന്ദു ചേച്ചി ആൻഡ് ഇതാ ഇതാ ഇപ്രാവശ്യം ഫുള്ള് തേങ്ങ, ഓണവുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണ്. തേങ്ങ, ക്യാബേജ്. ജിമിക്ക് ഊരി വെച്ചേക്കണേ. അത് ഞങ്ങളുടെ മത്സരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നതാണ്. ജിമിക്കുണ്ട്. ഇനി എല്ലാ ഗെയിമും നീ പറയുന്നോണ്ടാണോ നിന്റെ ടീം ജയിക്കുന്നത് എനിക്കൊരു സംശയം. നന്ദി പറ. ശരി, അപ്പൊ ചേച്ചി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാബേജ് അത് പതുക്കെ തട്ടി ഇങ്ങോട്ട് ഇടുക. ഒരു സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം തോളിന്റെയും തലയുടെ ഇടയിൽ, ഇവിടെ താടിയുടെ ഇടയിൽ ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം, ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇടുക. നിശ്ചിത സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്യാബേജ് അവിടെ എത്തിക്കുന്നത് അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു തവണയും കൂടെ തോറ്റു കഴിഞ്ഞാൽ മത്സരത്തിൽ നിന്ന് പുറത്താണ്. അത് സെക്കൻഡ് പ്രൈസേ കിട്ടും. പക്ഷെ എങ്ങാനും ജയിച്ചാൽ കിട്ടാൻ പോകുന്നത് എത്രയാണ് അളിയാ? 1,00,000 രൂപ, 1 lakh rupees വർത്ത് പ്രൈസ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഓരോ മത്സരങ്ങൾ ജയിച്ച് ഇനി ഒന്നും കഴിക്കേണ്ടി പിന്നെ ഒന്നും കൂടെ, അതായത് ചേച്ചി കളിക്കാനുള്ള ഒരു ചാൻസും കൂടെയാണിത്. അതുകൊണ്ട് ഏത് വിധേനയും നമ്മുടെ ഓഫീസ് സ്റ്റാഫിനെ തള്ളി താഴെ ഇടണം. ഓക്കെ, 3, 2, 1 ഗോ. അത്രേ ഉള്ളൂ. അത് ഷോൾഡറിന്റെ ഇടയിൽ തന്നെ വെച്ച് വേണം. യെസ്. ഭയങ്കര ട്വിസ്റ്റ്, ഭയങ്കര റിസ്കി ഗെയിമാണ്. അത് കൈ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇല്ല നിനക്കില്ലാതെ തോന്നുന്നു, കാര്യം നിന്റെ അല്ലേ കണ്ടസ്റ്റന്റ്. അല്ലളിയാ. ഓക്കെ വരൂ. ഓക്കെ, ഓടി വാ, വരൂ. ഓക്കെ, സൂപ്പർ. ഈ മത്സരത്തിൽ ആരാണ് ജയിച്ചിട്ടുള്ളത്? കൈ ഉപയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറയണം കേട്ടോ. അത് കൈ എഴുതല, ഇങ്ങനെ എടുത്ത് ഇവിടെ വന്ന് இல்ல இவங்க இப்படி வச்சிட்டு ഇപ്പിടി വെച്ചതാണ് കൊണ്ടുപോയത് അല്ലേ? நான் கண்டு ஆமா നമ്മളെല്ലാരും കണ്ടത്, നമ്മൾ പ്രേക്ഷകരും കണ്ടതാണ്. അമ്മ നല്ല സൂപ്പറായിട്ട് മത്സരിച്ചു. പക്ഷെ എന്നിരുന്നാലും അപ്പൊ നിങ്ങൾ ഒറ്റയല്ല ഇവിടെ മാത്രം, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഇറങ്ങിയിട്ടില്ല. ഓ, ആണോ? നിനക്ക് എന്ത് ഇത്ര സംശയം ക്യാമറേനെയൊക്കെ? അപ്പൊ ഒന്നുമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ലെവലും കൂടെ ജയിച്ച് ഈ ഓണ സ്പെഷ്യൽ എപ്പിസോഡിൽ 1,00,000 രൂപയുടെ സമ്മാനം നേടിയിരിക്കുകയാണ് നമ്മളുടെ സ്വന്തം നിത. നിതയ്ക്ക് നല്ലൊരു കൈയ്യടി. അങ്ങനെ ഓണത്തിന്റെ എല്ലാ വീര്യവും മത്സരവും ഉൾക്കൊണ്ട ഈ മത്സരത്തിൽ അവസാനം നമ്മൾ ഒരു വിജയിയെ കണ്ടെത്തിയിരിക്കുകയാണ്, ഒരു റണ്ണറപ്പിനെയും കണ്ടെത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ ഇവിടെ വന്ന് മത്സരിക്കുന്ന എല്ലാവർക്കും ഇപ്രാവശ്യം സമ്മാനമുണ്ട്. അപ്പം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചിക്ക് 25,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്.